യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ ഭാരത കപ്പൽ മുങ്ങി. MSV ഫെയ്സ് നൂർ ഒലിയ എന്ന കപ്പലാണ് ചെങ്കടലിൽ മുങ്ങിയത്. കപ്പലിലെ 14 ജീവനക്കാരിൽ 13 പേരും ഭാരതീയരാണ്. ഇവരെ യമന കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം? ആര്യ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ കപ്പലിലെ അതിശക്തമായ ഒരു ആക്രമണമാണ് ഉണ്ടായത്. കപ്പലിന് യാത്ര തുടരാനാവാത്ത വിധം നിശ്ചലമാവുകയും ഇപ്പോൾ അത് മുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MSV ഫെയ്സ് ന്യൂറോലിയ എന്ന കപ്പലിനാണ് ആക്രമണമുണ്ടായത്. കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പലിൻ്റെ ആക്രമണത്തിൽ വലിയ തോതിൽ കപ്പലിൽ തീപിടിക്കുകയും വൻതോതിൽ അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ കപ്പലിൽ 14 ജീവനക്കാരുണ്ടായിരുന്നതിൽ 13 പേരും ഭാരതീയരാണ്. ഈ 14 പേരെയും യമനി കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയമെന്ന് പറയുന്നത് സർബാനന്ദ സോനോവാൾ, ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെ സർബാനന്ദ സോനോവാൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പലതവണ അപലപിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് വളരെ കൃത്യമായി ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സർബാനന്ദ സോനോവാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ടായി നമുക്ക് നൽകാനാകുന്നത്. അതുമാത്രമല്ല, ഡയറക്ടർ ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷനെ കൃത്യമായ ഈ വിഷയത്തിലെ ഇടപെടൽ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട എംബസികളുമായി സഹകരിച്ച് ഈ ഇവരെ, അതായത് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയവരെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചെങ്കടലിൽ ഈ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. ഹൂതികളുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെങ്കടലിലെ അൽഹുദൈദ പോർട്ടിൽ നിന്ന് ഏതാണ്ട് 12 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 13 ഭാരതീയരും മറ്റൊരു വിദേശ ജീവനക്കാരനുമുള്ള കപ്പൽ ഭാരതത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഫെയ്സ് നൂർ ഒലിയ എന്ന കപ്പൽ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന അന്തിമ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അവസാനത്തെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.